പ്രിയപ്പെട്ട സഹാക്കളെ, ഇടതുപക്ഷം ഹൃദയപക്ഷം എന്ന ഈ വാട്സപ്പ് കൂട്ടായ്മയുടെ ഭാഗമായി, നവമാധ്യമ കൂട്ടായ്മയുടെ ഭാഗമായി ജനഹൃദയങ്ങളിലൂടെ നവകേരള സദസ്സ് എന്ന പ്രഭാഷണ പരമ്പര നവകേരള സദസ്സിൻ്റെ സഞ്ചാരത്തോടൊപ്പം തന്നെ നടത്തുന്നത് ഏറെ ശ്രദ്ധാർഹമായ കാര്യമാണ്. തീർച്ചയായിട്ടും അഭിനന്ദനാർഹമായ ഈ പ്രവർത്തനം ഏറ്റെടുത്ത സഹാക്കൾക്കെല്ലാം തന്നെ ആദ്യം തന്നെ ഹൃദയാഭിവാദ്യങ്ങൾ നേരുന്നു. നവംബർ 18 മഞ്ചേശ്വരത്തു നിന്ന് തുടങ്ങിയ നവകേരള യാത്ര 36 ദിവസം പിന്നിട്ട് ഇന്നലെ തലസ്ഥാനത്ത് എത്തിയപ്പോൾ വലിയൊരു ആരവത്തോടെയാണ് ജനങ്ങൾ മന്ത്രിസഭയെ സ്വീകരിച്ചത്. ഏറെ പ്രതിസന്ധി നേരിടുന്നൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ലോകത്താകമാനമായാലും സവിശേഷമായ നിലയിൽ ഇന്ത്യയിലായാലും ആ പ്രതിസന്ധി വളരെയധികം കൂടി വരുന്നുണ്ട്. വർഗീയമായ ധ്രുവീകരണങ്ങളും വിഭജന ശ്രമങ്ങളും ഏറി വരുന്നൊരു കാലഘട്ടത്തിൽ കേരളം പോലൊരു ചെറിയ പ്രദേശത്തു നിന്നുകൊണ്ട് ഒരു സർക്കാർ കാണിക്കുന്ന ജനപക്ഷ മാതൃകയാണ് നവകേരള സദസ്സിലൂടെ പ്രാവർത്തികമായി വരുന്നത്. സർക്കാർ ജനങ്ങളിലേക്കിടയിലേക്ക് നേരിട്ടിറങ്ങിച്ചെല്ലുകയും അവരുടെ പ്രശ്നങ്ങളെ മനസ്സിലാക്കുകയും ആ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം കൃത്യമായ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ജനങ്ങളിലേക്ക് എത്തുകയും ചെയ്യുന്ന ജനാധിപത്യത്തിൻ്റെ ഏറ്റവും മഹനീയമായ നിമിഷങ്ങളാണ് ഈ ദിവസങ്ങളിലൂടെ കടന്നുപോയത്. കേരളത്തിൻ്റെ സാമ്പത്തിക മേഖലയെയും വികസന സങ്കല്പങ്ങളെയും ഒക്കെ തകർക്കാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ നീക്കങ്ങളോട് കേരളത്തിലെ ഒരു ജനതയും ആ ജനത തിരഞ്ഞെടുത്ത സർക്കാരും എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്നുള്ളതിൻ്റെ കാഴ്ചയാണ് നവകേരള സദസ്സിലൂടെ നാം കണ്ടത്. നമ്മുടെ നാടിനെ സംഘപരിവാർ ഭരിക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ കുടിലതന്ത്രങ്ങൾക്ക് മുന്നിൽ കീഴ്പ്പെടുത്താൻ അനുവദിക്കില്ല എന്ന് നമ്മൾ ഉറക്കെ പറഞ്ഞതിൻ്റെ ഭാഗമായിട്ടാണ് നവകേരള സദസ്സ് ഇത്രയധികം വിജയമായി ഇന്നലെ മാറിയത്. വട്ടിയൂർക്കാവിൽ നവകേരള സദസ്സ് സമാപിക്കുമ്പോൾ കേരള ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയൊരു ജനകീയ മുന്നേറ്റമാണ് ജനങ്ങളുടെ മുന്നിൽ ചരിത്രമായി നിലനിൽക്കുന്നത്. 136 മണ്ഡലങ്ങളിലെയും സന്ദർശനങ്ങളിൽ നിന്ന് ദൃശ്യമായൊരു പ്രധാനപ്പെട്ട കാര്യം, UDF അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ ഈ സദസ്സിനെ ബഹിഷ്കരിക്കാൻ നിർദ്ദേശങ്ങൾ നൽകുകയും പലതരത്തിലുള്ള അക്രമ സംഭവങ്ങളിലൂടെ നവകേരള സദസ്സിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയും ചെയ്തപ്പോൾ ജനങ്ങളാണ് അതിനെ പ്രതിരോധിച്ചത്. ജനങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കുകയും നവകേരള സദസ്സിന് വലിയ പിന്തുണ നൽകുകയും ചെയ്തു. UDF BJP നേതൃത്വങ്ങളെ പ്രതിസന്ധിയിലാക്കി നിരവധി നേതാക്കൾ വിലക്ക് ലംഘിച്ച് നവകേരള സദസ്സുമായി സഹകരിച്ചു. കേരളമൊട്ടാകെ നോക്കുമ്പോൾ ഏകദേശം 6 ലക്ഷത്തിലധികം നിവേദനങ്ങളും അപേക്ഷകളിലും പൊതുവായ പല ആവശ്യങ്ങളും ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായി. തീർച്ചയായിട്ടും ഉദ്യോഗസ്ഥ തലത്തിൽ തന്നെ അവ തരംതിരിച്ച് കേരളത്തിൻ്റെ നാളെയുടെ വികസന വഴികളെ വിപുലപ്പെടുത്താൻ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ നമ്മൾ കാണേണ്ടുന്നൊരു പ്രധാനപ്പെട്ട കാര്യമാണ് മാധ്യമങ്ങൾ എങ്ങനെയാണ് ഈ നവകേരള സദസ്സിനെ നേരിട്ടത് എന്നുള്ളത്. കൃത്യമായ വലതുപക്ഷ രാഷ്ട്രീയ അജണ്ടയോടുകൂടി ഒരു ജനകീയ മുന്നേറ്റത്തെ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ മാധ്യമങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. കേരളത്തിലെ മിക്ക മാധ്യമങ്ങളും നവകേരള സദസ്സിന് എതിരെ പല നിലയിലുള്ള കുപ്രചരണങ്ങൾ നടക്കുകയും വലതുപക്ഷ പാർട്ടികളുടെ ജിഹ്വകളായി പ്രവർത്തിക്കുകയും ചെയ്തു. കലാപശ്രമങ്ങൾക്കടക്കം ആഹ്വാനം ചെയ്ത മാധ്യമ പ്രവർത്തകരെ നമുക്ക് കാണാം. അത്തരത്തിൽ ഒരു പെരുമാറ്റമാണ് ജനാധിപത്യത്തിൻ്റെ
നാലാം തൂണെന്നറിയപ്പെടുന്ന മാധ്യമ മേഖലയിൽ നിന്ന് ഉണ്ടായത്. എന്നാൽ ചില മാധ്യമങ്ങൾ ഈ വാർത്തകളെ, നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട വാർത്തകളെ സത്യസന്ധമായി തന്നെ ജനങ്ങളിലേക്ക് എത്തിക്കുകയും എങ്ങനെയാണിതൊരു ജനകീയ മുന്നേറ്റവും കൂട്ടായ്മയുമായി മാറുന്നത് എന്ന് കാട്ടിക്കൊടുക്കുകയും ചെയ്തു. ഇന്ത്യ പോലെ അങ്ങേയറ്റം മൃഗീയമായ കലാപങ്ങളും കലാപാഹ്വാനങ്ങളും നിരന്തരം നടക്കുന്ന ഒരു രാജ്യത്ത് കേരളം എങ്ങനെയാണ് ജനാധിപത്യത്തിൻ്റെയും സഹവർത്തിത്വത്തിൻ്റെയും മാതൃക സൃഷ്ടിക്കുന്നത് എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് നവകേരള സദസ്സിലൂടെ കണ്ടത്. കേരളത്തിൻ്റെ വികസന പരിപാടികൾ എന്നത് ജനങ്ങളുടെ കൂട്ടായ്മയിലൂടെ ഒത്തൊരുമിച്ച് നടക്കുന്ന ഒരു പ്രവർത്തനമാണെന്നും അത് ജനങ്ങളിൽ നിന്ന് അകന്ന് നടക്കുന്നതല്ലെന്നും ഏതെങ്കിലും ഒരു അധികാര കേന്ദ്രം തീരുമാനിച്ച ഒരു പ്രവർത്തനങ്ങളെ ജനങ്ങൾക്കിടയിലേക്ക് എത്തിക്കുന്നതല്ലെന്നും ജനങ്ങളുടെ കൂടെ പങ്കാളിത്തത്തോടുകൂടി ജനങ്ങളുടെ ആവശ്യങ്ങളെ പരിഹരിച്ചുകൊണ്ട് നടത്തുന്ന ഒരു ക്രിയാത്മകമായ പ്രവർത്തനമാണെന്നും നവകേരള സദസ്സിന് തെളിയിക്കാൻ സാധിച്ചു. തീർച്ചയായിട്ടും ഒരു സംഭവബഹുലമായ ദിനങ്ങളാണ് നവകേരള സദസ്സിൻ്റെ ഭാഗമായിട്ട് കേരളത്തിലുണ്ടായത്. ഒരറ്റത്ത് ജനങ്ങളുമായി നേരിട്ട് മന്ത്രിസഭ സംവദിക്കുകയും ജനകീയമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്യുന്ന അവസരത്തിൽ തന്നെ കോൺഗ്രസും BJPയും പല നിലയിലാണ് നവകേരള സദസ്സിനെ തകർക്കാൻ ശ്രമിച്ചത്. കാലിക്കറ്റ് സർവകലാശാലയിൽ ഗവർണർ നടത്തിയ ഇടപെടലിനെതിരെ SFI വിദ്യാർത്ഥികളുടെ ശബ്ദമായി മാറിക്കൊണ്ട് ഗവർണറെ പ്രതിരോധിച്ചത് നമ്മൾ ഈ ദിവസങ്ങളിൽ കണ്ടതാണ്. പല നിലയിലുള്ള ആരോപണങ്ങളാണ് ഗവൺമെൻറ്റിനെതിരെ ഗവർണർ ഉന്നയിച്ചത്. ഗവർണറുടെ പിടിപ്പുകേട് മൂലം ഗവർണർ തൻ്റെ കർത്തവ്യത്തിൽ നിന്ന് മാറി നിന്നുകൊണ്ട് BJPയുടെ വക്താവായി നിരന്തരം നിലനിൽക്കുകയും RSSൻ്റെ അഭിപ്രായങ്ങൾക്ക് കാതോർത്തിരിക്കുകയും ചെയ്യുന്ന ഒരു സന്ദർഭത്തിൽ AVP യിൽപ്പെട്ട വിദ്യാർത്ഥികളെ സെനറ്റിലേക്ക് നോമിനേറ്റ് അടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടതാണ്. അതേസമയം സർക്കാരിനെതിരെ പലതരത്തിലുള്ള പ്രചരണ പരിപാടികളുടെ കോൺഗ്രസും ഇവിടെ നടത്തുകയുണ്ടായി. എന്നാൽ ഈ ഇടതുപക്ഷ സർക്കാർ വന്നതിന് ശേഷം കോൺഗ്രസ് ഈ കേരളത്തിലുണ്ടാക്കിയ പലതരത്തിലുള്ള വികസന ഇല്ലായ്മകളെ അവസാനിപ്പിച്ചുകൊണ്ട് കേരളത്തിൻ്റെ ഒരു നവമുന്നേറ്റത്തിന് തന്നെ നേതൃത്വം കൊടുത്ത സർക്കാരാണ് ഇന്ന് കേരളം ഭരിക്കുന്നത്. അതുകൊണ്ടാണ് ഇടതുപക്ഷ സർക്കാരിനെ കേരള ജനത രണ്ടാമതും അധികാരത്തിലേക്കിയതെന്ന് നമുക്കെല്ലാം അറിവുള്ള കാര്യമാണ്. ഇങ്ങനെ സോഷ്യൽ മീഡിയയിലും അല്ലാതെയുമായി സർക്കാരിനെതിരെ നടക്കുന്ന പ്രചരണങ്ങളെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിന് വസ്തുതകളിലൂടെ തന്നെ നമ്മൾ അവർക്ക് മറുപടി കൊടുക്കേണ്ടതുണ്ട്. നവകേരള സദസ്സ് ജനകീയ സംവാദ പരിപാടി ജനാധിപത്യ ഭരണ നിർവഹണ ചരിത്രത്തിലെ അത്യപൂർവമായ അധ്യായമായി മാറിയെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ സമാപന സമ്മേളനത്തിന് ശേഷമുള്ള പത്രസമ്മേളനത്തിൽ പറയുകയുണ്ടായി. ജനങ്ങളെ കാണുന്നതിനോടൊപ്പം തന്നെ കഴിഞ്ഞ കാലങ്ങളിൽ പൂർത്തിയാക്കിയ വികസന പരിപാടികൾ നേരിട്ട് കാണാനും വിലയിരുത്താനും കഴിഞ്ഞത് ഏറെ പ്രധാനപ്പെട്ട കാര്യമാണെന്ന് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കാസർഗോഡ് തലപ്പാടി മുതൽ ആരംഭിക്കുന്ന ദേശീയപാത വികസനം 2025 പൂർത്തിയാകുമെന്നും പുതുവൈപ്പിനിലെ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ LPG ഇമ്പോർട്ട് ടെർമിനലിൻ്റെ നിർമ്മാണം പൂർത്തിയായതും മുഖ്യമന്ത്രി പത്രസമ്മേളനത്തിൽ പറയുകയുണ്ടായി. സിറ്റി ഗ്യാസ് പദ്ധതിയുടെ ഭാഗമായി വീടുകളിലേക്ക് കണക്ഷൻ എത്തിക്കുന്നത് വിവിധ ജില്ലകളിൽ പുരോഗമിക്കുന്നു. CNG സ്റ്റേഷനുകൾ സ്ഥാപിക്കുന്ന പ്രവർത്തനവും ദ്രുതഗതിയിലാണ്. മുഴപ്പിലങ്ങാട് ബീച്ചിൻ്റെ 1ഉം 2ഉം ഘട്ടങ്ങൾ അടുത്ത വർഷം ഉദ്ഘാടനം ചെയ്യും. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം പദ്ധതി 2024 കമ്മീഷൻ ചെയ്യാൻ പോവുകയാണ്. തുറമുഖ പൂർത്തീകരണത്തിൻ്റെ ഭാഗമായി വിപുലമായ രീതിയിൽ തലസ്ഥാന മേഖലയിൽ വികസന പരിപാടികൾക്ക് തുടക്കം കുറിക്കുകയാണ്. തിരുവനന്തപുരത്തെ വിഴിഞ്ഞം മുതൽ നാവായിക്കുളം വരെയുള്ള ഔട്ട് റിംഗ് റോഡ് ഈ ഒരു വികസന പ്രവർത്തനത്തിൻ്റെ ഭാഗമായി രൂപപ്പെടുന്നു. കാസർഗോഡ് നന്താരപ്പടവ് മുതൽ തിരുവനന്തപുരം പാറശാല വരെ 13 ജില്ലയിലായി 1251 കിലോമീറ്റർ നീളത്തിൽ 35,000 കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന മലയോര ഹൈവേയുടെ 133.66 കിലോമീറ്റർ പൂർത്തിയാക്കി ജനങ്ങൾക്ക് തുറന്നു കൊടുത്തു. തിരുവനന്തപുരം പൂവാറിൽ നിന്ന് ആരംഭിച്ച് കാസർഗോഡ് തലപ്പാടിക്ക് സമീപം കുഞ്ചത്തൂരിൽ അവസാനിക്കുന്ന തീരദേശപാത തീരദേശത്തിൻ്റെ അടിസ്ഥാന സൗകര്യത്തിൽ വലിയ കുതിപ്പാണ് സൃഷ്ടിക്കുന്നത്. താമരശ്ശേരി ചുരം റോഡിന് ബദലായി നിർമ്മിക്കുന്ന ആനക്കാമ്പൊയിൽ കല്ലാടി മേപ്പാടി തുരങ്കപാതയുടെ ഭൂമി ഏറ്റെടുക്കൽ അവസാന ഘട്ടത്തിലാണ്.
ഇത്തരത്തിലുള്ള അനേകം വികസന പ്രവർത്തനങ്ങളിലൂടെ കേരള ചരിത്രത്തിൽ തന്നെ ഒരു വലിയ അധ്യായമാണ് നവകേരള സദസ്സ് കുറിക്കുന്നത്. ജനപഥങ്ങളിലൂടെ ജനങ്ങൾക്കിടയിലൂടെ മുന്നേറിക്കൊണ്ടാണ് ഈ സദസ്സ് പോകുന്നത് എന്നാണ് സത്യം. നവകേരളത്തിൻ്റെ വികസന സ്വപ്നങ്ങൾ പങ്കിട്ടും നാട് നേരിടുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്തും സദസ്സ് വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം, നേമം, കോവളം മണ്ഡലങ്ങൾ ഒരുമിച്ചാണ് നവകേരള സദസ്സിൻ്റെ 36-ാം ദിവസത്തെ പ്രഭാതയോഗം സംഘടിപ്പിച്ചത്. വിവിധ മേഖലയിലുള്ളവർ തങ്ങളുടെ കാഴ്ചപ്പാടുകളും നാടിൻ്റെ മാറ്റത്തിന് ഉതകുന്ന തരത്തിലുള്ള ക്രിയാത്മകമായ നിർദ്ദേശങ്ങളും ഈ സദസ്സിൽ പങ്കുവയ്ക്കുകയുണ്ടായി. സർക്കാരും ജനങ്ങളുള്ള ഊഷ്മള ബന്ധം എക്കാലം തുടരുമെന്ന് പിണറായി വിജയൻ നവകേരള സദസ്സിനിടയിൽ പ്രഭാത യോഗത്തിനിടയിൽ ജനങ്ങളോട് പറയുകയുണ്ടായി. ഔട്ടർ റിംഗ് റോഡ് തിരുവനന്തപുരത്തിൻ്റെ മുഖച്ഛായ മാറ്റുമെന്നും വിദ്യാലയങ്ങൾ ഉൾപ്പെടെ ലഹരിക്കെതിരെ ഉള്ള ക്യാമ്പയിനുകൾ തിരുവനന്തപുരം തലസ്ഥാനം കേന്ദ്രമാക്കി നടത്തണമെന്നും പിണറായി വിജയൻ പറയുകയുണ്ടായി. ആത്മഹത്യകൾ കുറയ്ക്കാനും ഉള്ള ബോധവൽക്കരണം, സ്ത്രീകൾക്കെതിരായിട്ടുള്ള ആക്രമണങ്ങൾക്കെതിരെ ഉള്ള ശക്തമായ നടപടികൾ, കാലാവസ്ഥാ വ്യതിയാനം പഠിക്കുവാനും പ്രതിരോധിക്കുവാനുമുള്ള സർക്കാർ കമ്മീഷൻ്റെ പ്രവർത്തനം തുടങ്ങിയ നിരവധി കാര്യങ്ങൾ തിരുവനന്തപുരത്ത് നടന്ന പ്രഭാത യോഗത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു. മത്സ്യത്തൊഴിലാളികളുടെ ബുദ്ധിമുട്ട് പരിഹരിച്ച് അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താനുള്ള സർക്കാർ ഇടപെടലുകളെക്കുറിച്ചും മുഖ്യമന്ത്രി വാചാലനായി. നവകേരള സദസ്സിൻ്റെ ഭാഗമായിട്ട് തിരുവനന്തപുരം ജില്ലയിലെ വിവിധ മണ്ഡലങ്ങൾ ഒരുമിച്ചാണ് പ്രഭാതയോഗം സംഘടിപ്പിച്ചതെന്ന് പറഞ്ഞല്ലോ. നവകേരള സദസ്സിൻ്റെ ഭാഗമായി മന്ത്രിസഭയെ വരവേൽക്കുവാൻ വേണ്ടി കോവളം മണ്ഡലത്തിൽ നിന്നും 216 ബൂത്തുകളിൽ നിന്നായി 12,000-ലധികം പേരാണ് പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയത്. ഡിസംബർ 23 ശനിയാഴ്ച പകൽ 11-ന് വിഴിഞ്ഞം പെട്രോൾ പമ്പിന് സമീപത്തെ വിശാലമായ ഗ്രൗണ്ടിലാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും പങ്കെടുത്ത നവകേരള സദസ്സ് ഒരുക്കിയത്. മുഖ്യമന്ത്രി തീരദേശത്തെ വിദ്യാർത്ഥികൾക്കൊപ്പം ക്രിസ്മസ് കേക്ക് മുറിച്ച് ക്രിസ്മസ് ആഘോഷിക്കുകയും വിജയികളായ പലതരം മത്സരങ്ങളിൽ വിജയികളായ വിദ്യാർത്ഥികൾക്ക് ആദരിക്കുകയും ചെയ്തു. പലതരത്തിൽ ജനങ്ങൾ നേരിടുന്ന തീരദേശ മേഖലയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെ അപേക്ഷകൾ സ്വീകരിക്കുകയും നടപടികൾ സമയബന്ധിതമായി തന്നെ പൂർത്തീകരിക്കുകയും ചെയ്യുമെന്ന് മന്ത്രിസഭ പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള മേഖലാതല അവലോകന യോഗത്തിലൂടെയും മന്ത്രിമാർ നേതൃത്വം നൽകിയ താലൂക്ക് അദാലത്തിലൂടെയും പരമാവധി ജനങ്ങളെ കേൾക്കുകയും പരിഹാരങ്ങൾ നിർദ്ദേശിക്കുകയും ചെയ്യുകയാണ് സർക്കാർ ചെയ്യുന്നതെന്ന് കോവളത്ത് നടന്ന യോഗത്തിൽ മന്ത്രി ജെ ചിഞ്ചുറാണി പറഞ്ഞു. വിഴിഞ്ഞത്ത് നടന്ന കോവളം മണ്ഡലം നവകേരള സദസ്സിൽ ജനങ്ങളുടെ പരാതി പരിഹാരങ്ങൾക്കൊപ്പം ഭാവി കേരളത്തിൻ്റെ നയരൂപീകരണ ചർച്ചകളും സജീവമായി തന്നെ നടന്നു. 3715ഓളം നിവേദനങ്ങളാണ് കോവളം മണ്ഡലത്തിൽ നിന്നും നവകേരള സദസ്സിൽ ലഭിച്ചത്. ഇവ 45 ദിവസത്തിനുള്ളിൽ പരിഹരിക്കുമെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു. പ്രതിപക്ഷ മണ്ഡലമായിരുന്നിട്ടും പ്രതിഷേധങ്ങളില്ലാതെയായിരുന്നു കോവളത്തെ ജനങ്ങൾ നവകേരള സദസ്സിനെ സ്വീകരിച്ചത്. MLA ഈ പരിപാടിയിൽ നിന്ന് വിട്ടുനിന്നെങ്കിലും യാതൊരു തരത്തിലുള്ള ബഹിഷ്കരണവും ജനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായില്ല. അവർ ഇരു കൈകളും നീട്ടിയാണ് നവകേരള സദസ്സിനെ സ്വീകരിച്ചത്. 12,000-ലധികം പേർ പങ്കെടുത്ത തീരദേശത്ത് നടന്ന ഈ സദസ്സ് തീർച്ചയായിട്ടും തീരദേശ ജനതയുടെ പിന്തുണ സർക്കാരിനോടൊപ്പമുണ്ടെന്ന് തെളിയിക്കുന്നതായിരുന്നു. വൈകുന്നേരത്താണ് കഴക്കൂട്ടത്ത് നവകേരള സദസ്സിൻ്റെ ഭാഗമായി മുഖ്യമന്ത്രി സംസാരിക്കാനെത്തിയത്. 3319ഓളം നിവേദനങ്ങൾ കഴക്കൂട്ടം മണ്ഡലത്തിൽ നിന്നായി നവകേരള സദസ്സിൻ്റെ ഭാഗമായിട്ട് ലഭിച്ചു. 223 കൗണ്ടറുകളാണ് നിവേദനങ്ങൾ സ്വീകരിക്കുവാൻ വേണ്ടി വേദിക്ക് സമീപം ഒരുക്കിയത്. ഭിന്നശേഷിക്കാർ, സ്ത്രീകൾ, മുതിർന്ന പൗരർ എന്നിവർക്ക് 2 കൗണ്ടറുകൾ വീതം ഒരുക്കിയിരുന്നു.
കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടന്ന സദസ്സിൽ 25,000-ലധികം ആളുകൾ പങ്കെടുത്തു. ഞാൻ കാര്യവട്ടത്ത് നടന്ന സദസ്സിലാണ്, നവകേരള സദസ്സിലാണ് പങ്കെടുത്തത്. തീർച്ചയായിട്ടും വൈകുന്നേരത്തോടുകൂടി ഏതാണ്ട് 5:45 മുഖ്യമന്ത്രി അവിടെ സ്ഥലത്തെത്തിയത്. ഹർഷാരവത്തോടെയാണ് ജനങ്ങൾ മുഖ്യമന്ത്രിയെ സ്വീകരിച്ചത്. മുഖ്യമന്ത്രി തൻ്റെ പ്രഭാഷണത്തിനിടയിൽ പ്രധാനമായും ഊന്നൽ കൊടുത്തത് എങ്ങനെയാണ് ഈ ഒരു പ്രതിപക്ഷം നവകേരള സദസ്സ് പോലുള്ളൊരു ജനകീയ സദസ്സിനെ തകർക്കുന്നത് എന്നും യാതൊരു തരത്തിലുള്ള ജനങ്ങളുമായും ഒരു തരത്തിലുള്ള ഉത്തരവാദിത്വവും ഇല്ലാത്ത രീതിയിൽ MLA-മാർ എന്തുകൊണ്ടാണ് നവകേരള സദസ്സിൽ നിന്ന് വിട്ടുനിൽക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അതോടൊപ്പം തന്നെ ഗവർണർ കേരള സർക്കാരിനെ തകർക്കാനുള്ള പലതരത്തിലുള്ള നീക്കങ്ങൾ നടത്തുന്നതിനെതിരെ ജനങ്ങൾ തന്നെ ഒറ്റക്കെട്ടായി പ്രതിരോധിക്കണമെന്നും മുഖ്യമന്ത്രി പരിപാടിയിൽ പറയുകയുണ്ടായി. എണ്ണിയെടുക്കാൻ കഴിയാത്തത്ര വികസന നേട്ടങ്ങൾ ഉണ്ടാക്കിയ ഒരു മണ്ഡലം കൂടിയാണ് കഴക്കൂട്ടം മണ്ഡലം. IT മേഖല, ആരോഗ്യം, വിദ്യാഭ്യാസം, വ്യവസായം, തൊഴിൽ, വിനോദസഞ്ചാരം തുടങ്ങിയ മേഖലകളിലെ വൻ കുതിപ്പാണ് ഈ മണ്ഡലത്തിലുണ്ടായത്. നമ്മൾ തന്നെ വന്ന് നോക്കിയാൽ അറിയാം കഴക്കൂട്ടം മണ്ഡലത്തിൽ കഴിഞ്ഞ കാലത്തിനിടയിൽ ഉണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. ഒരു IT ഹബ്ബായി തന്നെ ഈ മണ്ഡലം മാറുകയുണ്ടായി. അതോടൊപ്പം തന്നെ കേരള സർവകലാശാലയുടെ കാര്യവട്ടം ക്യാമ്പസ്, ടെക്നോ പാർക്ക്, ഇൻഫോസിസ് തുടങ്ങിയ സ്ഥാപനങ്ങൾ, കിൻഫ്ര തുടങ്ങിയ അനേകം സൗകര്യങ്ങളുള്ള ഒരു മണ്ഡലമായിട്ടിത് മാറി. കഴക്കൂട്ടം മണ്ഡലത്തിൻ്റെ വികസന മുന്നേറ്റത്തിൻ്റെ ഭാഗമായി മെഡിക്കൽ കോളേജ് മാസ്റ്റർ പ്ലാൻ, കഴക്കൂട്ടം മേൽപ്പാലം, ടെക്നോ പാർക്ക് വികസനം, ജലപാത, തീരദേശ റോഡ്, പുനർഗേഹം പദ്ധതിയിൽ 168 ഫ്ലാറ്റ് തുടങ്ങി 45,000 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് ഈ സർക്കാരിൻ്റെ കാലത്ത് കഴക്കൂട്ടം മണ്ഡലത്തിൽ മാത്രമായിട്ട് നടന്നത്. കഴക്കൂട്ടം മണ്ഡലത്തിൽ സംസാരിച്ചിരുന്ന മന്ത്രി സജി ചെറിയാൻ, പി രാജീവ്, KN ബാലഗോപാൽ, ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് തുടങ്ങിയവർ കഴക്കൂട്ടം മണ്ഡലത്തിൽ സംസാരിക്കുകയുണ്ടായി. വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ വട്ടിയൂർക്കാവ് പോളിടെക്നിക്കിലെ വേദിയിൽ ആണ് ഏറ്റവും അവസാനമായി നവകേരള സദസ്സ് നടന്നത്. ആയിരക്കണക്കിന് ജനങ്ങളാണ് അവിടെ ഒഴുകിയെത്തിയത്. ഓരോ സദസ്സിലും 5000-ലേറെ നിവേദനങ്ങളാണ് ലഭിച്ചത്. മലയോര മേഖലകളിലും തീരദേശ മണ്ഡലത്തിലും അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ നിറഞ്ഞ സാന്നിധ്യം ഈ പരിപാടിയുടെ ഭാഗമായിട്ട് ഉണ്ടായി. അരുവിക്കര മണ്ഡലത്തിലെ സദസ്സിന് ഗോത്രജനത മുളയിൽ നിറച്ച തേനും വനവിഭവങ്ങളുമായിട്ടാണ് മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് എത്തുകയും മുഖ്യമന്ത്രിക്ക് വിഭവങ്ങൾ കൈമാറുകയും ചെയ്തു. കോവളം, നേമം, കഴക്കൂട്ടം മണ്ഡലങ്ങളിലും വമ്പൻ ആൾക്കൂട്ടമാണ് നവകേരള സദസ്സിനെ സ്വീകരിക്കുവാൻ വേണ്ടി ഉണ്ടായിരുന്നത്. തീർച്ചയായിട്ടും അത് നവകേരള സദസ്സിൻ്റെ വിജയത്തെയാണ് കാണിക്കുന്നത്. ഈ നിലയിൽ കേരളത്തിൻ്റെ അടിസ്ഥാന വികസനത്തെ ബലപ്പെടുത്തുക എന്നുള്ളതും എല്ലാ വിഭാഗത്തിലുള്ള ജനങ്ങളിലേക്കും തൊഴിൽ മേഖലയിലുള്ള ജനങ്ങളിലേക്കും സർക്കാർ നേരിട്ട് കടന്നു ചെല്ലുക എന്നുള്ളതുമാണ് നവകേരള സദസ്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം. അത് തീർച്ചയായിട്ടും ഇന്നലെ തിരുവനന്തപുരത്തെ മണ്ഡലങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് സാർത്ഥകമായതാണ് കാണാൻ കഴിയുന്നത്. കഴിഞ്ഞ 36 ദിവസങ്ങളിലായിട്ട് പല മണ്ഡലങ്ങളിലൂടെ കടന്നുപോയ നവകേരള യാത്ര ഇന്നലെ തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവിൽ അവസാനിക്കുമ്പോൾ അത് തരുന്ന വലിയൊരു ശുഭാപ്തി വിശ്വാസമുണ്ട്. ഏതൊരു മലയാളിയെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ ശുഭാപ്തി വിശ്വാസമാണ് നൽകുന്നത്. കാരണം പല നിലയിലുള്ള ഇടപെടലുകൾ കേരളത്തിൻ്റെ സമഗ്രതയെയും സുസ്ഥിരതയെയും കേരളത്തിൻ്റെ മതേതരത്വ ബോധത്തെയും ലോകബോധത്തെയും ഒക്കെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന കാലഘട്ടത്തിൽ കേരളം ഒരു തുരുത്തായിക്കൊണ്ട് ഒരിക്കലും വീണുപോകാത്തൊരിടമായിക്കൊണ്ട് ഏതൊരു ജനതയുടെയും അവസാനത്തെ അഭയത്തിൻ്റെ തുരുത്തായിക്കൊണ്ട് നിലനിൽക്കുന്നത് പ്രതീക്ഷ നൽകുന്ന ഒന്നാണ്. ഞാനങ്ങനെ പറയാൻ കാരണം മണിപ്പൂരിലെ വിദ്യാർത്ഥികൾ കേരളത്തിലെ കണ്ണൂർ സർവകലാശാലയിലാണ് അവരുടെ തുടർ പഠനത്തിനായിട്ട് വന്നത്. അവർക്ക് പഠിക്കാനുള്ള സൗകര്യം ഒരുക്കിക്കൊടുത്തത് ഇവിടുത്തെ SFIU എന്ന വിദ്യാർത്ഥി സംഘടന, ഒരു ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടന. ആ നിലയിൽ കേരളത്തിൻ്റെ സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും ഒക്കെ വലിയ ലോകത്തിന് കാട്ടിക്കൊടുക്കുന്ന കേരളത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട
ഭരണകൂട മുന്നേറ്റമായിട്ടൊരു പക്ഷേ നവകേരള സദസ്സിനെ നമുക്ക് കാണാം. നവകേരള സദസ്സ് പല മണ്ഡലങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ പലതരത്തിലുള്ള കാഴ്ചകളാണ് നമ്മൾ കണ്ടത്. പലതരത്തിലുള്ള പ്രശ്നം അനുഭവിക്കുന്ന മനുഷ്യരെ സർക്കാർ നേരിട്ട് കാണുകയും അവരുടെ പ്രശ്നങ്ങൾക്ക് ആ ദിവസമെങ്കിൽ ആ ദിവസം തന്നെ, അല്ലെങ്കിൽ സമയബന്ധിതമായി തന്നെ അവരുടെ പ്രശ്നം പരിഹരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു വലിയ മുന്നേറ്റം നവകേരള സദസ്സിന് ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാവുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിരവധി അപേക്ഷകളാണ് ഇന്നലെ തിരുവനന്തപുരത്ത് കിട്ടിയത്. അത്രയധികം ആളാണ് തിരുവനന്തപുരത്തെ മണ്ഡലങ്ങളിൽ ഈ ഒരു നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് പങ്കെടുത്തത്. ഈ പങ്കാളിത്തം തന്നെയാണ് നവകേരള സദസ്സിൻ്റെ ഏറ്റവും വലിയ വിജയം എന്ന് നമുക്ക് പറയാം. ഈ പങ്കാളിത്തത്തെ നവകേരള സദസ്സിൻ്റെ വിജയമായിട്ട് തന്നെ നമുക്ക് നിർവചിക്കാം. കാരണം എല്ലാ മനുഷ്യരും അവരവരുടെ ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള പോക്ക് പ്രതീക്ഷയോടെ ആയിരിക്കണമെന്നാണ് കാണുന്നത്. തീർച്ചയായിട്ടും കേരളത്തിലെ ജനത അവരുടെ മുന്നോട്ട് പോക്കിൻ്റെ പ്രതീക്ഷയെ ജനങ്ങൾ തിരഞ്ഞെടുത്ത ഇടതുപക്ഷ സർക്കാരിനെ ഏൽപ്പിച്ചിരിക്കുന്നത്. ആ പ്രതീക്ഷയെ നിറവേറ്റുവാനും ആ പ്രതീക്ഷയെ കൂടുതൽ കരുത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കുന്ന വിധമാണ് നവകേരള സദസ്സിൻ്റെ സംവിധാനം. അപ്പോൾ ആ നിലയിൽ നമ്മുടെ സർക്കാരിനെ മുന്നോട്ട് കൊണ്ടുപോകുവാനും സർക്കാരിൻ്റെ സാമൂഹിക നയങ്ങൾ, രാഷ്ട്രീയ നയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുവാനും ഉള്ള ഒരു വഴി തന്നെയാണ് നവകേരള സദസ്സ് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. കാരണം ഇത് ജനങ്ങൾക്ക് വേണ്ടിയാണ്. മുഖ്യമന്ത്രി ആവർത്തിച്ച് പറയുന്ന കാര്യങ്ങൾ, അതുപോലെ ഓരോ ഫയലും ഒരു ജീവിതമാണെന്ന് മുഖ്യമന്ത്രി ആവർത്തിച്ച് പറഞ്ഞതുപോലെ ഇത് ജനങ്ങളുടെ സർക്കാരാണ്, ഇത് ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന സർക്കാരാണ്. ആ സർക്കാർ ജനങ്ങൾക്കിടയിൽ നടത്തുന്ന പ്രവർത്തനങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ നിരന്തരം പറയേണ്ടതുണ്ട്. നവകേരള സദസ്സിനെതിരെ മാധ്യമങ്ങളിലൂടെയും മറ്റും വലതുപക്ഷവും BJPയും നടത്തുന്ന എല്ലാ തരത്തിലുള്ള എതിർക്കൽ ശ്രമങ്ങളെയും ജനാധിപത്യപരമായിട്ട് തന്നെയാണ് ഇടതുപക്ഷം നേരിട്ടിട്ടുള്ളത്. ആ നിലയിൽ തന്നെ അത് തുടരുക തന്നെ ചെയ്യും. ജനങ്ങൾ തിരഞ്ഞെടുത്ത സർക്കാരിനെ ജനങ്ങൾ ചില കർത്തവ്യങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട്. അതിനെ മുന്നോട്ട് കൊണ്ടുപോവുക, അത് പൂർത്തീകരിക്കുക എന്നുള്ളതാണ് ഇടതുപക്ഷ സർക്കാരിൻ്റെ മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത് നവകേരളം എന്ന ആശയം തന്നെ രൂപീകരിച്ചത്. ഇവിടെ 2 പ്രളയങ്ങൾ വന്നു, നിപ്പയും കോവിഡും പോലുള്ള മഹാമാരികൾ വന്നു. അതിലൊന്നും കുലുങ്ങാതെ, ആ കാലഘട്ടത്തിലൊന്നും ജനങ്ങളുടെ ക്ഷേമപ്രവർത്തനങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള വീഴ്ചയും വരുത്താത്ത ഒരു സർക്കാരാണ് കേരളം ഭരിക്കുന്നത്. ക്ഷേമ പെൻഷനുകൾ എന്തിനാണ് ഇന്ന് ഈ അടുത്ത കാലത്ത് ഒരു BJP പ്രതിനിധി TV ചാനൽ ചർച്ചയിൽ ചോദിക്കുന്നത് കേട്ടു. ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഒരു ഭരണകൂടത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ ലക്ഷ്യം എന്ന് പറയുന്നത് ജനങ്ങളുടെ ക്ഷേമ പ്രവർത്തനങ്ങളാണ്. ജനങ്ങൾക്കിടയിൽ നടത്തുന്ന ക്ഷേമ പ്രവർത്തനങ്ങളും സേവന പ്രവർത്തനങ്ങളും ജനങ്ങളുടെ ജീവിത നിലവാരത്തിൻ്റെ ഉയർച്ചയുമാണ്. അടിസ്ഥാന ജീവിത നിലവാരത്തിൻ്റെ ഉയർച്ച എന്ന ലക്ഷ്യം ഇടതുപക്ഷം പാർട്ടിയുടെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട നയങ്ങളിലൊന്നാണ്. ആ നയം തന്നെയാണ് ഇവിടെ കേരള സർക്കാർ നടപ്പിലാക്കുന്നത്. അപ്പം അത്തരത്തിലുള്ള നയങ്ങളെ ഇല്ലാതാക്കുവാനും അത്തരത്തിലുള്ള ക്ഷേമ പ്രവർത്തനങ്ങളെ ഇല്ലാതാക്കിക്കൊണ്ട് ജനങ്ങളുടെ ജീവിതത്തിൻ്റെ സുസ്ഥിരതയെ ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് കേന്ദ്ര സർക്കാർ കോർപ്പറേറ്റുകളുടെ ഒത്താശയോടുകൂടി നടത്തുന്നത്. അത്തരത്തിലുള്ള എല്ലാ ശ്രമങ്ങളെയും എതിർക്കുവാനും അത്തരത്തിലുള്ള ശ്രമങ്ങളിലൊന്നും തന്നെ ഇവിടുത്തെ ജനതയുടെ ഹൃദയത്തെ തൊടാൻ കഴിയില്ല എന്നും വ്യക്തമാക്കുന്നതാണ് നവകേരള സദസ്സിലുള്ള ജനങ്ങളുടെ പങ്കാളിത്തം. തീർച്ചയായിട്ടും ഇതിന് തുടർച്ചകളുണ്ടാവട്ടെ. ഈ നവകേരള സദസ്സിൻ്റെ ഭാഗമായി രൂപപ്പെട്ട ആശയങ്ങൾ വരും കാലഘട്ടങ്ങളിൽ നവകേരളത്തിന് കൂടുതൽ ഊർജം പകരുന്ന തരത്തിൽ പ്രാവർത്തികമാകട്ടെ എന്ന് പ്രത്യാശിക്കാം. ഈ കൂട്ടായ്മയ്ക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും നേരുന്നു.